السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഈ ചെറിയൊരു വാക്ക് നമ്മൾ ഇന്നു മുതൽ എല്ലാ കാര്യത്തിലും പതിവാക്കിയാൽ വലിയ മാറ്റം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ആരും അത് ഗൗരവത്തിൽ എടുക്കാറില്ല. എന്നാൽ വളരെ വലിയ ഗൗരവമേറിയ ഒരു കാര്യവുമാണത്. ചെയ്താൽ വലിയ നേട്ടവും ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടവും സംഭവിക്കാൻ ഇതൊരു കാരണമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നു മുതൽ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഏതാണ് ആ വാക്ക്? ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഉടനെ ഇൻഷാ അല്ലാഹ് എന്ന് പറയുക. ഉദാഹരണത്തിന്, ഞാനൊരു വാഹനം വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ ഉടനെ ഇൻഷാ അല്ലാഹ് എന്ന് പറയുക. അങ്ങനെ പറഞ്ഞാൽ ആ വാഹനം വാങ്ങിക്കാനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും. അല്ലെങ്കിൽ കഠിനമായേക്കാം. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ അവിടെ എത്തിയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ. എന്നാൽ അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറയാറില്ല. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്നുള്ള മരണം വരെ അത് സംഭവിക്കാൻ അത് കാരണമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ചിലർ അത് ആളുകളുടെ മുമ്പിൽ ഒരു ഭംഗിവാക്കായി പറയാറുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, അത് ഇൻഷാ അല്ലാഹ് എന്ന് മനസ്സ് അറിഞ്ഞ് പറയണം. അങ്ങനെ പറഞ്ഞാൽ വളരെ നമുക്ക് ജീവിതത്തിൽ അത് ഉപകാരപ്പെടും. കാരണം ഇൻഷാ അല്ലാഹ് പറയുന്നതിലൂടെ അള്ളാഹു നമുക്ക് ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിലൂടെ അവൻ അത് നമുക്ക് നൽകും. അതുകൊണ്ട് ഈ ഒരു വാക്ക് എല്ലാവരും മനസ്സറിഞ്ഞ് എല്ലാ കാര്യത്തിലും പതിവാക്കുക. മറ്റുള്ളവർക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും.